പോലീസ് പരിതാപകരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ്. രാഷ്ട്രീയമായ ചിന്തയുള്ളവർ ധാരാളം പേരും പോലീസിലുണ്ട്. അവർ ഈ അനുഭവം മനസ്സിലാക്കണം. പോലീസ് ഏത് രാഷ്ട്രീയ ചിന്തയുണ്ടെങ്കിലും മനസ്സിൽ വെച്ചാൽ മതി. അതനുസരിച്ച് അവിടെ വരുന്ന അല്ലെങ്കിൽ സമരം ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ വരുന്നവരോട് പെരുമാറരുത്. ആ രീതിയിലേക്ക് പോലീസ് മാറുന്നത് പോലീസിന്റെ നാശമാണ്. പോലീസിന്റെ നാശം നമ്മുടെ സമൂഹത്തിന്റെ നാശം തന്നെയാണ്. ഇവിടെ പോലീസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് സമൂഹം ഇപ്പോഴും നിലനിൽക്കുന്നത്. എല്ലാവർക്കും ആശ്രയം പോലീസാണ്. പോലീസ് സ്റ്റേഷനിൽ പോയാണ് നമ്മൾ പരിഹാരം ഉണ്ടാകുന്നത്. രാഷ്ട്രീയമായ ചില എതിർപ്പുകൾ നമുക്ക് ഉണ്ടായെങ്കിൽ തന്നെയും ഏറ്റവും ഫൈനലായിട്ട് ഇന്ത്യയുടെ ഈ നിയമ വ്യവസ്ഥ അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് അഭയം പ്രാപിക്കാൻ പറ്റുള്ളൂ. കോടതികളിൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഉത്തരവുകൾ കിട്ടുകയുള്ളൂ, നിയമപരമായ ഉത്തരവും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് പോലീസിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ പോകരുത്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി അടിച്ചൊതുക്കാൻ പോകരുത്. പോലീസ് അതുപോലെ തന്നെ എല്ലാ ജനങ്ങളെയും ഒരേ കണ്ണുകൊണ്ട് കാണാനായിട്ടും പോലീസ് പഠിക്കണം. വേർതിരിച്ച് ചില അടികൾ നമ്മൾ കണ്ടു. രാഷ്ട്രീയ ചിന്തയോടുകൂടി സമരം ചെയ്യുന്നത്, ബാനർ ഉയർത്തുന്നവരെയും ഇറങ്ങി അടിക്കുന്ന ചില സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെ കണ്ടു. അവർക്കെതിരായിട്ട് നടപടി വേണം. ഇപ്പൊ സെക്രട്ടേറിയറ്റിലെ ഒരു വനിതാ പ്രവർത്തകയെ അവരുടെ ദേഹത്തെ ഉടുപ്പുകൾ വലിച്ചു കീറി, അവരെ മുടി പിടിച്ച് വലിച്ച് അവരെ അവമാനിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതൊരു സബ് ഇൻസ്പെക്ടർ നേതൃത്വത്തിലാണ് ചെയ്തതെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് പുരുഷനായാലും സ്ത്രീയായാലും ആ സ്ത്രീയെ അവമാനിച്ചതിന് തീർച്ചയായിട്ടും കേസ് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ ചിന്തയോടുകൂടി പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഒപ്പം സഞ്ചരിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ അവമാനിക്കത്തക്ക രീതിയിൽ ചില പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അത് സംരക്ഷിക്കപ്പെടുകയില്ല. അതിന് തീർച്ചയായിട്ടും അവർക്ക് പ്രതികാരം ഉണ്ടാവും. അവരത് ചിലർ ക്ഷമിക്കില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ യൂണിഫോം പറ്റിയ സാധാരണക്കാരെന്ന് മനസ്സിലാക്കിക്കണം. അങ്ങനെയുള്ള രാഷ്ട്രീയ ചിന്തയിലുള്ള പ്രവർത്തനങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനിലായാലും ശരി, ഏത് സെക്യൂരിറ്റി വിങ്ങിലായാലും ശരി, പ്രവർത്തിക്കുന്നതിൽ വളരെ സൂക്ഷിക്കണം. തിരിച്ചടി ഉണ്ടാവും. നമുക്കറിയാം, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പാവങ്ങളായ ചില ആൾക്കാരെ ഉപദ്രവിച്ചത് സമൂഹം ക്ഷമിക്കില്ല. ഒരാളുടെ കഴുത്തിന് ഒരു ഓഫീസർ കൈകൊണ്ടിട്ട് ഞെക്കി അയാളെ കൊല്ലാൻ പോയി. അയാൾ ശ്വാസം മുട്ടി, അയാൾ വിളിച്ച് കരഞ്ഞു. അയാൾ ആ പിടുത്തം കൊണ്ട് അയാൾക്ക് ശ്വാസതടസ്സം ഉണ്ടായി കൊല്ലപ്പെട്ടെങ്കിൽ ആ പോലീസിനും തന്നെ അവമാനമാവും. ആ പോലീസ് ഉദ്യോഗസ്ഥ കേസിൽ പ്രതിയാവും. എന്തായാലും അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് ഉണ്ടാവുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. വരും ദിവസങ്ങളിൽ അയാൾക്കെതിരായിട്ട് കേസുണ്ടാവും. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരനായ ഒരാളെ മർദ്ദിക്കുന്നതിന് പുറത്ത് ചവിട്ടുന്നത് നാം കണ്ടു. തീർച്ചയായിട്ടും അതിനും കേസെടുക്കണം. മുഖ്യമന്ത്രിയുടെ ഗൺമാനും സെക്യൂരിറ്റിക്കാരുമാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വട്ടിക്കൊണ്ട് ഒതുങ്ങി നിന്ന, അല്ലെങ്കിൽ ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റി ഒതുക്കി നിർത്തിയ സമരക്കാരെ തച്ചുടയ്ക്കുന്നതെന്ന് കാണിച്ച് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇതുപോലുള്ള പ്രവർത്തികൾ പോലീസ് ചെയ്യരുത്. പോലീസിനകത്ത് നടപടി ഉണ്ടാവും. നിങ്ങൾക്കും കുടുംബങ്ങളുണ്ടാവും. നിങ്ങൾ റിട്ടയർ ചെയ്താലും നിങ്ങൾക്ക് പെൻഷൻ ഉണ്ടാവില്ല. നിങ്ങൾ കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തികളിൽ നിന്ന് മാറണം. ദൃശ്യങ്ങൾ നിങ്ങളുടെ പുറകെ തൊട്ടു പുറകെ ഉണ്ട്. നിങ്ങൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും ഒപ്പിയെടുത്ത് സമൂഹത്തിലേക്ക് അവർ വിതരണം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വലിയ ദൂഷ്യം ചെയ്യും. അതുകൊണ്ട് സംയമനം പാലിക്കുക. പോലീസ് കഴിവുള്ളിടത്തോളം സംയമനം പാലിക്കുക. മർദ്ദിക്കുന്നത് ഒഴിവാക്കുക. രാഷ്ട്രീയ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുകയും ചെയ്യരുത്.